ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ് ഫിഷ് മോളി. ക്രിസ്മസിനും ഈസ്റ്ററിനും കല്യാണങ്ങൾക്കൊക്കെ മിക്കവാറും തന്നെ ബ്രെഡിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയും കൂടെയും സെർവ് ചെയ്യുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫിഷ് മോളി റെസിപ്പിയാണിത്. ഒട്ടുപോലും മൈദയോ ക്രീമോ ചേർക്കാണ്ട് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടും ക്രീമി ആയിട്ടും ഫിഷ് മോളി വീട്ടിൽ തയ്യാറാക്കാൻ നമുക്ക് കണ്ടു നോക്കാം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഫിഷ് മോളിക്ക് നമ്മൾ എപ്പോഴും കരിമീൻ, നെയ്മീൻ അല്ലെങ്കിൽ ആഗോലി ഇതിലേതെങ്കിലും ഒരു ഫിഷ് ഉപയോഗിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ രുചി ഉണ്ടാവുക. ഞാനിവിടെ 560 ഗ്രാം ഫിഷ് എടുത്ത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനെ രണ്ടാക്കി കട്ട് ചെയ്ത് വരഞ്ഞും വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കഷ്ണം ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലോട്ട് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് 20-25 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്യാനാക്കി വെക്കണം. ഇത് മാരിനേറ്റ് ചെയ്ത് കിട്ടുന്ന ആ സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള തേങ്ങാപ്പാൽ, സവോള, പച്ചമുളക്, ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. ഇതിപ്പോൾ ഏകദേശം അരമണിക്കൂറോളം ഞാൻ മീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, കാരണം നമ്മളിതിനെ ചെറുതാക്കി മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ സൈഡിലും 4 മിനിറ്റോളം നമുക്ക് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുക്കാനായിട്ട്. അതുപോലെ തന്നെ എല്ലാ ഫിഷും കൂടെ ഒരുമിച്ചിടരുത്. തിക്കി കൂട്ടിയിടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2-3 ബാച്ചായിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാനായിട്ട്. ഫിഷ് മോളിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഫിഷ് വറുത്തിട്ടുണ്ടായിരുന്ന അതേ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ചും കൂടെ വിസ്താരമുള്ളൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ എണ്ണ മാറ്റിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ അതേ ഓയിൽ ഉപയോഗിക്കാൻ മടിയുള്ളവർ പുതിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. വെളുത്തുള്ളി വലുത് 1 ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 വരെ ചേർക്കാം. ഒരു മീഡിയം സൈസ്ഡ് ഇഞ്ചി. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 8 പച്ചമുളക് നടുവേ പിളർന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ്ഡ് സവോള നേരിതാക്കി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഈ എണ്ണ ഒഴിക്കുമ്പം ഏറ്റവും ആദ്യം ഇത് വഴറ്റുന്നതിന് മുന്നേ തന്നെ വേണമെങ്കിൽ ഹോൾ സ്പൈസസ് കുറച്ച് വേണമെങ്കിൽ ചേർക്കാം. 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു കഷ്ണം പട്ടയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാത്. പക്ഷെ ഞാനിപ്പോൾ അതങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഗരം മസാല ചേർക്കുന്നുണ്ട്. കൈ നിറയെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിതിനെ സോട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സവോളയുടെ കളർ ഒരുപാട് മാറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സവോള ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങുന്ന സമയത്താണ് ഞാനിതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുന്നത്. ഒരു വലിയ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഫിഷ് മോളിയുടെ എരിവെന്ന് പറയുന്നത് എപ്പോഴും പച്ചമുളകിൽ നിന്നും കുരുമുളകിൽ നിന്നുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിതിലോട്ട് ഇപ്പോൾ കുരുമുളക് പൊടി ഞാൻ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം ഞാൻ പച്ചമുളക് 8 ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളിതിലോട്ട് മുളക് പൊടി ഒരിക്കലും ചേർക്കില്ല. അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവിലും കുരുമുളക് പൊടി ഞാൻ ഇപ്പോൾ ചേർക്കുന്നുണ്ട് വീണ്ടും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും അളവ് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മൾ പൊടികൾ ചേർത്തതിന് ശേഷം സവോള വളരെ നന്നായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. മിനിമം ഒരു 6-7 മിനിറ്റ് ഇട്ട് വഴറ്റിയെടുത്താൽ മാത്രമായിരിക്കും നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന പൊടികളുടെ പച്ചമണം മാറുള്ളൂ. അങ്ങനെ പച്ചമണം മാറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാനിവിടെ 3 മീഡിയം സൈസ്ഡ് ടൊമാറ്റോ വട്ടത്തിലരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ തക്കാളി നമ്മൾ ചേർത്തിട്ടുള്ളത് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ വളരെ നന്നായിട്ട് ടൊമാറ്റോ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കോഫി കുടിക്കുന്ന ഒരു കപ്പ് ഉണ്ടല്ലോ, അത്യാവശ്യം വലിയൊരു കപ്പാണ്. അതിൽ ഏകദേശം 1.25 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കപ്പിലാണ് ഞാൻ 1.25 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, അതായത് 2ാം പാല് അളന്നെടുത്ത് ഞാൻ ഇതിലോട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തിളയ്ക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കിതിലോട്ട് ഞാനിവിടെ ഏകദേശം ഒരു 7-8 കാഷ്യൂ നട്ട്സ് ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവം അരച്ചെടുക്കണം. അതാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മൈദയൊന്നും കുറുക്കി ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല കറക്റ്റ് കുറുക്കായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ മൈദ ചേർക്കണേലും കൂടുതൽ രുചിയുമായിരിക്കും.
അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതിനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫിഷിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിഷ് എല്ലാം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനെ മൂടി വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് ഇട്ടിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റോളം ഇത് തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള കോഫി മഗ്ഗിൽ കൃത്യം 1 കപ്പ് ഞാൻ നല്ല കുറുകനെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ ഇതിലോട്ട് ഈ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല കുറുകനെയുള്ള 1-ാം പാല് തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ക്രീമിനെസ്സും നല്ലൊരു കൊഴുപ്പും ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ ഒരുപാട് ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പം ഈ മീനെല്ലാം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. കാരണം ഇത് തിളയ്ക്കാൻ ഇടവരുത്തരുത്. തിളച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ പിരിഞ്ഞു പോകും, കാണാൻ ഒരു ലുക്കും ഉണ്ടാവില്ല. പിന്നെ കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 2-ാം പാൽ ഒഴിച്ചില്ലേ, ആ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലിൻ്റെ അളവ് കുറച്ച് കൂട്ടി വെച്ച് കൊടുത്താലും മതി. ഇന്ന് ഞാൻ ചേർത്തിട്ടുള്ള തക്കാളിയിൽ നല്ല പുളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിനീഗർ ചേർത്തിട്ടില്ല. പക്ഷേ വിനീഗർ നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് നോക്കി വേണം ചേർക്കാനായിട്ട്. കൂടിപ്പോയാൽ പിന്നെ ആ കറിക്ക് ഒരു ടേസ്റ്റും കാണില്ല. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോയുടെ സ്ലൈസസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടെ ചെറുതായിട്ട് വറുത്തതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക്